നീലക്കുറിഞ്ഞ് പൂത്തത് കാണണോ? സാധാരണ നമ്മൾ മൂന്നാറൊക്കെ അല്ലേ നീലക്കുറിഞ്ഞ് പൂത്തത് കാണുന്നത്. അത് നമുക്ക് ഇവിടെ നീലക്കുറിഞ്ഞ് കാണാം കേട്ടോ. ഒരു പാടം നിറച്ച് നീലക്കുറിഞ്ഞിയാണ്. പ്രതികാരത്തിലെ നമ്മുടെ ആ ഒരു ഫഹദ് ഫാസിലിൻ്റെ അച്ഛൻ ഇവിടെ തന്നെയാണ് വീട്. ഈ തൊട്ട് പറ്റിയാണ്. അപ്പോൾ ആരോ വരച്ചു വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അപകടകരമായ രീതിയിൽ ഒരു പാലം നിൽപ്പുണ്ട്. കാലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമ്മളാ വെള്ളത്തിൽ കിടക്കും കേട്ടോ. മാത്രമല്ല പാലം ഒരു കുത്തനെ ഒരിടത്തൊക്കെ കുത്തി നിൽക്കുവാണ് അവിടെ. എനിക്ക് തോന്നുന്നു അവർ അവകാശപ്പെടുന്നത് ഏറ്റവും വലിയ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഇവിടെയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുന്ന ആളുകളിലൊക്കെ നമുക്ക് ഈ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണത്ത ദൂരത്ത് അങ്ങ് കിടക്കുകയാണ് മറ്റേ ഈ കപ്പപ്പോള പായലിൻ്റെ പൂക്കൾ നല്ല നീലക്കുറിഞ്ഞ് പോലെ നിൽക്കുകയാണ് കേട്ടോ. ഹായ് നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് ഒളവയ്പ്പ് എന്ന് പറയുന്ന ഒരു അടിപൊളിയൊരു സ്ഥലത്താണ് കേട്ടോ. അതായത് വലിയ ഇതൊന്നും അല്ലെങ്കിലും കായൽ സൗന്ദര്യം ഒക്കെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഒളവയ്പ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുന്നത് നല്ലതായിരിക്കും. ഇത് തൈക്കാട്ടുശ്ശേരി, ആലപ്പുഴ ജില്ലയിലെ തൈക്കാട്ടുശ്ശേരി പഞ്ചായത്തിലാണ് ഈ ഒരു സ്ഥലമുള്ളത്. ചെറിയൊരു ഭൂപ്രദേശമാണ്. ഇതിൽ അത്യാവശ്യം നല്ല സീനറികളും അതുപോലെ തന്നെ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ സ്ഥലമാണ്. മാത്രമല്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ കായൽ സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് വരുന്നവർക്കൊക്കെ നല്ലതാണ്. സാധാരണ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ബീച്ചിലൊക്കെയാണ് പോയി സമയം കണ്ടെത്തുന്നതെങ്കിൽ ഈ നാട്ടിലുള്ള കുറേ ആളുകളൊക്കെ അവരുടെ വൈകുന്നേരങ്ങളിൽ അവർ സമയം കളയാൻ കണ്ടെത്തുന്ന ഒരു സ്ഥലമാണ് ഈ ഒളവയ്പ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം KL ആൻ്റണി എന്ന് പറയുന്നൊരു നടൻ, അതായത് മഹേഷിൻ്റെ പ്രതികാരത്തിൽ ഫഹദ് ഫാസിലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആ ഒരു പ്രായമുള്ള കക്ഷിയുണ്ടല്ലോ, അതാണ് KL ആൻ്റണി എന്ന് പറയുന്ന ഒരു പഴയ നാടക നടനും സംവിധായകനും അങ്ങനെ പല മേഖലകളിൽ കൈവച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പടമൊക്കെ ഇവിടെ ഇപ്പോഴും വരച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീടും ഇതിന് അടുത്ത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ നാടാണ് ഈ ഒളവയ്പ്പ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഇവിടെ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ള സംഭവം എന്ന് പറയുന്നത്, നമുക്ക് സാധാരണ ഈ കാർണിവലൊക്കെ ഉണ്ടല്ലോ, ഈ ഇപ്പം ന്യൂ ഇയറൊക്കെ വരികയാണ്. അപ്പോൾ ആ ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ സാധാരണ നമ്മുടെ ഫോർട്ട് കൊച്ചി, കോവളം, ആലപ്പുഴ ബീച്ച്, അതുപോലെ ബീച്ച് സ്ഥലങ്ങളിൽ ഇപ്പോൾ മാരാരി, അർത്തുങ്കൽ അങ്ങനെ പല സ്ഥലങ്ങളും ബീച്ച് സ്ഥലങ്ങളിലെല്ലാം ഈ പറഞ്ഞ ന്യൂ ഇയർ ആഘോഷമൊക്കെ നടത്താറുണ്ടെങ്കിൽ കായൽ തീരത്ത് വെച്ച് നടത്തുന്ന ഒരു ഫെസ്റ്റിവൽ അല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ ആഘോഷം നടത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ഒളവയ്പ്പ് എന്ന് പറയുന്നത്. അവരുടെ ഈ വർഷം 10 വർഷം തികയാണ് നടത്തിയിട്ട്. കായൽ കാർണിവൽ എന്നാണ് അതിന് അവർ പറയുന്ന പേര്. പപ്പാഞ്ഞിയൊക്കെ ഭയങ്കരമായിട്ട് തെങ്ങിനേക്കാൾ വലിപ്പമുള്ള പപ്പാഞ്ഞിനെയൊക്കെ ഇവിടെ വെച്ച് കത്തിച്ച് ഒക്കെയാണ് അവരത് ആഘോഷിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നു അവർ അവകാശപ്പെടുന്നത് ഏറ്റവും വലിയ പപ്പാഞ്ഞിയെ കത്തിക്കുന്നത് ഇവിടെയാണ് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുന്ന ആളുകളിലൊക്കെ നമുക്ക് ഈ സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഒട്ടേറെ മീൻപിടുത്തക്കാരൊക്കെ ഉള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ മീനുകളും ഉള്ള സ്ഥലങ്ങളൊക്കെയാണ്. പിന്നെ ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിൽ ഇവിടെ അത്യാവശ്യം നല്ല ആളും ഓളവും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. എൻ്റെ അടുത്ത് എങ്ങനെ നിൽക്കണ നോക്കി നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റുന്ന രീതിയിൽ അല്ലേ. വേറെ തോർത്ത കൊടുത്ത് വേണം കയറാൻ. എപ്പോൾ താഴെ വീണമെന്ന് ചോദിച്ചാൽ മതി. പായൽ, കപ്പപ്പോള പായൽ ഇങ്ങനെ ഒഴുകണൊക്കെ. ഇതിൽ ആ വലിയ പായൽ കണ്ടത്, ആ വലിയ അതിങ്ങനെ ഇവിടെ നമ്മുടെ കൺമുന്നിൽ നിന്ന് ഇങ്ങനെ ഒഴുകി നേരെ പോണത്. നീലക്കുറിഞ്ഞ് പൂത്തത് കാണണോ? സാധാരണ നമ്മൾ മൂന്നാറൊക്കെ അല്ലേ നീലക്കുറിഞ്ഞ് പൂത്തത് കാണുന്നത്. അത് നമുക്ക് ഇവിടെ നീലക്കുറിഞ്ഞ് കാണാം കേട്ടോ. ഒരു പാടം നിറച്ച് നീലക്കുറിഞ്ഞിയാണ്. അവിടെയൊക്കെ കുറേ നല്ല നല്ല വീടുകളൊക്കെയാണ്. വീടല്ല, റിസോർട്ടാണെന്ന് തോന്നണം അവിടെയൊക്കെ. അതുകൊണ്ട് അവിടെ നീലക്കുറിഞ്ഞ് പൂത്ത് കിടക്കുക കേട്ടോ, പാടം നിറച്ചു. ഇതൊക്കെ മീൻ വളർത്തുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഇതിനെന്താ പറയണ, വാറ്റുകെട്ട് എന്നൊക്കെയാണ് പറയണത് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക്. പക്ഷെ ഇപ്പം മീനില്ലെന്ന് തോന്നുന്നു. കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ മേളിലൊക്കെ മല എന്തെങ്കിലുമൊക്കെ കണ്ടേനെ. പോരെ ഇത് കണ്ടോ നോക്കിക്കേ, നീലക്കുറിഞ്ഞ് പൂത്ത് നിൽക്കണത് കപ്പപ്പോളയാണ് കേട്ടോ. തിങ്ങി നിവർന്ന് അങ്ങേ അറ്റം വരെ ഇങ്ങനെ കിടക്കുക കേട്ടോ, നല്ല ഭംഗിയിൽ.
അപകടകരമായ രീതിയിൽ ഒരു പാലം നിൽപ്പുണ്ട്. കാലൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാൽ നമ്മളാ വെള്ളത്തിൽ കിടക്കും കേട്ടോ. മാത്രമല്ല പാലം ഒരു കുത്തനെ ഒരിടത്തൊക്കെ കുത്തി നിൽക്കുവാണ് അവിടെ. അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ണത്ത ദൂരത്ത് അങ്ങ് കിടക്കുകയാണ് മറ്റേ ഈ കപ്പപ്പോളയുടെ പായൽ, കപ്പപ്പോള പായലിൻ്റെ പൂക്കൾ നല്ല നീല കുറിഞ്ഞ് പോലെ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് സംഭവം, ഇതാണ് ഈ സാധനം. പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് എടുത്തൊരു കൊല പോലെ നമ്മളൊരു കുപ്പിക്കകത്തൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ഭംഗിയുള്ളതാണ്. വയലറ്റ് കളറിലുള്ള പൂ. ഇവനാണ് താരം. കണ്ടത് ഇതുപോലത്തെ ഈ ചെറിയ കുടിലൊക്കെ കാണാം. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ പൊളിഞ്ഞിടക്കുക കേട്ടോ. ഇവിടെ മീൻ വളർത്തൽ ഇപ്പോൾ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ ഒരു കുടിലൊക്കെ നാശമായി കിടക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അവിടെ താമസിച്ച് ഫുഡൊക്കെ കഴിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവിടെ തന്നെ കിടക്കാൻ ആളുകളൊക്കെ ഉണ്ടാവും. ആ രീതിയിലാണ് സാധാരണ ഇതുപോലുള്ള കുടിലുകളൊക്കെ കാണാറുള്ളത്. ഇല്ല കണ്ടോ, അവിടെ ഒരു പൊളിഞ്ഞ കെട്ടിടം കണ്ടോ, അവിടെയാണ് നമ്മുടെ മറ്റേ ആ ആൻ്റണി ചേട്ടൻ്റെ പടമൊക്കെ വരച്ച് വെച്ചിരിക്കുന്നത്. മുമ്പ് ഇതേപോലെ ഒരു പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഈ ചെറുവഴി ഇങ്ങനെ നടന്ന് അവിടം വരെയും പോകുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ ആളുകൾ അധികം പോകാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവിടെയൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുന്നു. നമുക്ക് അപ്പുറം വഴി പോകാം. അവിടെ കേട്ടോ, ഇവിടെ മീൻ പിടിക്കാണ് കേട്ടോ രണ്ടുപേര്. നമുക്കൊരു തെറ്റ് പറ്റി കേട്ടോ. അതായത് ഇതിനകത്ത് മീനുണ്ട്, അവിടെ നിൽക്കുന്നവർ പറഞ്ഞു മീനുണ്ട്, പക്ഷേ അത് വെള്ളം കയറ്റി ഇറക്കുകയൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ആളുകൾ ഉണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഈ അതിനകത്ത് കുറച്ച് വശങ്ങളൊക്കെ ഉണ്ട്. കുറേ ഈ ഇതിൻ്റെ ഒരു വെള്ളം കയറ്റി ഇറക്കിയൊക്കെ ചെയ്യുന്നതിനകത്തൊക്കെ ഇത് കണ്ടോ. കാട്ടുചെടിയാണെങ്കിൽ ഒരുമിച്ച് നിൽക്കുന്നതാണെങ്കിൽ എന്താ ഭംഗിയല്ലേ. ചെറിയ മറ്റേ കമ്മലിൻ്റെ മൊട്ട് പോലത്തെ ചെറിയ ചെടികൾ കണ്ടത്. അടുത്ത ടീം ഒഴുകി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ കണ്ട കുത്തി ഒഴുക്കി വിടണ പോലെ ഇരിക്കണേ. കണ്ടത് ഓരോ ചങ്ങാടം, ചെറിയ ചങ്ങാടം, വലിയ ചങ്ങാടം. ഇത് ഭയങ്കര ടീമാണ്. ഒഴുക്കുണ്ട് നല്ല. ഇതൊക്കെ നമ്മുടെ കാർണിവലൊക്കെ നടക്കുമ്പോൾ സ്റ്റേജൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് നേരെ ആളുകൾ മൊത്തം അങ്ങ് വരെ ഇങ്ങനെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. വള്ളത്തിലേക്ക് കയറണമെങ്കിൽ വള്ളത്തിലേക്ക് കയറാം കേട്ടോ. അവിടെ വള്ളമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു ബോട്ട് കിട്ടിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക്. നല്ല വീതിയുള്ള റൂട്ടാട്ടോ ഇത്. മഹേഷിൻ്റെ പ്രതികാരത്തിലെ നമ്മുടെ ആ ഒരു ഫഹദ് ഫാസിലിൻ്റെ അച്ഛൻ ഇവിടെ തന്നെയാണ് വീട്. ഈ തൊട്ട് പറ്റിയാണ്. അപ്പോൾ ആരോ വരച്ചു വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയിൽ തന്നെയാണ് വരച്ചു വെച്ചിരിക്കുന്നത്. നന്നായിട്ട് വരച്ചിട്ടുമുണ്ട്. ഒക്കെ വരെയും പോയി, കറക്റ്റ് ആവശ്യത്ത് പോകാത്തതുകൊണ്ട് അങ്ങനെ നിൽക്കണം. ഗ്രാമസൗന്ദര്യത്തിൻ്റെ പരിശുദ്ധി തേടി വിളവെപ്പ് കായൽ പരിസരത്തേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണിപ്പോൾ. അരൂർ മണ്ഡലത്തിലെ തൈക്കാട്ടുശ്ശേരി ഗ്രാമപഞ്ചായത്തിലുള്ള വളവെപ്പ് അസ്തമയം കാണാനും സായാഹ്നം ആസ്വദിച്ച് മണിക്കൂറുകൾ ചെലവഴിക്കാനും ഇവിടെ എത്തുന്നത് നിരവധി സഞ്ചാരികളാണ്. വളവെപ്പിലെ കായലോരം നിരവധി മലയാള ചലച്ചിത്രത്തിലെ കഥാപരിസരങ്ങളായിട്ടുണ്ട്. വെനീസിലെ വ്യാപാരി, മർക്കോണി മത്തായി, വാരിക്കുഴിയിലെ കൊലപാതകം, ആമീൻ ഇവയെല്ലാം അതിൽ ചില ചിത്രങ്ങൾ മാത്രം. തൈക്കാട്ടുശ്ശേരി പഞ്ചായത്ത് ഗ്രാമീണ വിനോദസഞ്ചാര വികസനത്തിന് പദ്ധതിയിട്ട് 4 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമീണ വികസനം ലക്ഷ്യമാക്കി 5 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. ഗ്രാമീണ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾക്ക് വിനോദസഞ്ചാരികൾ നിരവധി എത്തുന്നുണ്ടെങ്കിലും തദ്ദേശീയരെ കൂടി ഉൾപ്പെടുത്തി വിനോദസഞ്ചാരത്തെ വിപുലമാക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കായൽ സഞ്ചാര നൗകകൾ വളവെപ്പിൽ തീരം തൊടുന്നത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലാണ്. ഇവിടം വിശ്രമത്തിനും വിനോദത്തിനും കുറച്ച് സ്ഥലങ്ങളെങ്കിലും സൗകര്യപ്പെടുത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞാൽ സഞ്ചാരികൾക്ക് ഏറെ ഉപകാരപ്രദമാകും. ഇരിപ്പിടങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങളും സൗകര്യപ്പെടുത്തിയാൽ സായാഹ്നം ചെലവഴിക്കാൻ ആയിരങ്ങൾ എത്തിച്ചേരുന്ന ഇടമായി ഇവിടം മാറും. വളവെപ്പ് കായൽ കാർണിവലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. 31 രാത്രി മുതലാണ് കാർണിവൽ. ഗ്രാമസൗന്ദര്യവും കായൽ സൗന്ദര്യവും ഒരുമിച്ച് ആസ്വദിക്കാനാണ് സഞ്ചാരികൾ ഇവിടം തേടിയെത്തുന്നത്. ഈ കായലോരത്ത് കാല് വെള്ളത്തിലൊക്കെ ഇട്ട് മണിക്കൂറുകളോളം സമയം ചെലവഴിക്കാൻ കഴിയും എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ശാന്തമായ കാറ്റൊക്കെ ആസ്വദിച്ച്
എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് സ്ഥലമാണ് ഈ വളവയ്പ്. ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ നിശബ്ദതയാണ് ഈ വളവയ്പിലേക്ക് സഞ്ചാരികളെ എത്തിക്കുന്നത്. മനസ്സിനും കണ്ണിനും കുളിർമ നൽകുന്ന ഒരുപിടി നല്ല കാഴ്ചകൾ സമ്മാനിക്കാൻ വളവയ്പ് നമ്മളെ കാത്തിരിക്കുന്നു. അപ്പോൾ ഇതുവഴി പാസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെയൊക്കെ ഒന്ന് വള്ളത്തിലൊക്കെ കറങ്ങി ഇവിടെയൊക്കെ ഈ ഒരു ഗ്രാമ ഭംഗി അല്ലെങ്കിൽ ഒരു ഗ്രാമീണ ഭംഗിയൊക്കെ നമുക്ക് ആസ്വദിച്ചിട്ട് പോകാനായിട്ട് സാധിക്കും. ഒരു ചെറിയൊരു ഷെഡും ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുഴപ്പമൊന്നുമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ സാധിക്കും. വലിയ തിരക്കുകളൊന്നുമില്ല, ബഹളമൊന്നുമില്ല. നല്ല ഒതുക്കത്തിൽ വന്ന് നല്ല സന്തോഷത്തോടായിട്ട് നമുക്ക് നമ്മുടേതായ ആ ഒരു പ്രൈവസി മൊത്തം നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയി കാലിൽ മറ്റു വെള്ളത്തിൽ കാലൊക്കെ ഇട്ടിരുന്ന് വർത്താനമൊക്കെ പറഞ്ഞൊരു കപ്പലിൻ്റെയൊക്കെ കുറച്ചൊക്കെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്തായാലും ഈ ഒളവയ്പ് എന്ന് പറഞ്ഞ സ്ഥലം മറക്കണ്ട, സേവ് ചെയ്ത് വെച്ചോ. ഇവിടം വരെ ജസ്റ്റ് ഒന്ന് വന്നോളൂ. ഇപ്പം ബീച്ചിൽ പോകാനായിട്ട് നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാൻ ബീച്ചിൽ പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഇവിടെ ആ ഒരു ന്യൂ ഇയർ നമുക്ക് ഇവിടെ ആഘോഷിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. അടുത്ത ദിവസം തൊട്ട് ഇവിടെയൊക്കെ അടുത്ത മാസമൊക്കെ ആയിക്കഴിയുമ്പോൾ ഇവിടെ മൊത്തം നല്ല ഒരു ഓളവും ബഹളമൊക്കെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട് മൻസൂർ.